നോമ്പുകാലത്തെ വിശുദ്ധ കൂട്ടയടി. പ്രിയമുള്ളവരെ, നിങ്ങളിനി കാണാൻ പോകുന്നത് ഈ വിശുദ്ധ നോമ്പുകാലത്ത് ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി ജില്ലയിലെ, അതായത് ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട ഇടുക്കി പെരിയമ്പ സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ കഴിഞ്ഞയാഴ്ച നടന്ന ഒരു കൂട്ടയടിയാണ്. ഇവർ അതിവിശുദ്ധമെന്ന് പറയുന്ന ആ കുർബാനയ്ക്ക് ശേഷമാണ് പള്ളിയിൽ രണ്ട് ചേരികളായി നിന്ന് ഈ കൂട്ടയടി ഉണ്ടായത്. ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ആ വേഷം കെട്ടി നിൽക്കുന്ന പാതിരി പാമ്പാണ്. ഇന്ന് നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയിലെ ഓരോ ഇടവകളിലും ഇത് വീഡിയോ ദൃശ്യമായി വരുന്നില്ല എന്നേ ഉള്ളൂ, അതല്ലെങ്കിൽ ഇതുപോലൊരു പരസ്യ അടിയിലേക്ക് കലാശിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓരോ പള്ളിയിലും ഈ പാതിരിപ്പാമ്പുകൾ ഈ നൈറ്റിധാരികളായ മെത്രാന്മാരുടെ ആവശ്യകതയനുസരിച്ചിട്ട് 3, 4, 5, 6 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു പള്ളിയിൽ 100 പേരുണ്ടെങ്കിൽ ഒരു 50 ഗ്രൂപ്പുമാർ ഉണ്ടാക്കും. അങ്ങനെ ഈ വിശ്വാസികളെ തമ്മിലടുപ്പിച്ച് ഗ്രൂപ്പുകളാക്കി കൊണ്ടുപോവുകയാണ് ഈ സാത്താന്മാർ. ഈ സത്യം മനസ്സിലാക്കിയാണ് ഞാൻ ഈ മോന്മാരുടെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടത്. ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം. 1934 കൊച്ചു പുസ്തകം എന്ന് പറയുന്ന ഒരു കൈപ്പുസ്തകവുമായി ഈ സാത്താന്റെ സന്തതികൾ ഈ കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള ഈ പൈശാചിക സഭ ഈ 1934 കൈപ്പുസ്തകം വെച്ച് യാക്കോബായ സഭയുടെ വിശ്വാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികൾ പിടിച്ചു പറിച്ചു. 1500-ലധികം പള്ളികൾ വേണമെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്ത് 2017 ജൂലൈ 3 വിധിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10-60 പള്ളികൾ ഇതിനോടകം പിടിച്ചെടുത്ത് കഴിഞ്ഞു. ആ പിടിച്ചെടുത്ത പള്ളികളിൽ ഒരു പള്ളിയാണ് ഈ സെയിൻറ്റ് ജോർജ് പള്ളി എന്നതും വളരെയേറെ കൗതുകകരമാണ്. ഈ 34 ഭരണഘടന അനുസരിച്ചിട്ടാണ് ഭരിക്കപ്പെടേണ്ടുന്നത് എന്ന് പറഞ്ഞ് ഈ 34 ഭരണഘടനയിൽ പറയുന്ന ഒരു പള്ളിയിൽ ഒരു പൊതുയോഗം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് 34 ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്കിൽ പോലും അത് ഞങ്ങൾക്ക് ബാധകമല്ല, അത് ഞങ്ങൾക്ക് യാക്കോബുകാരൻ്റെ പള്ളി പിടിച്ചു പറിക്കാൻ മാത്രമേ ഇത് ബാധകമുള്ളൂ എന്നും പറഞ്ഞു സ്വന്തം സഭയിൽ, സ്വന്തം ഇടവകളിൽ ഈ പാതിരിപ്പാമ്പുകൾ നടത്തുന്ന താൻപോരിമ ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം വിശ്വാസികൾ സംഘം ചേർന്ന് അടിക്കുവാൻ കാരണം. വിശുദ്ധ കുർബാന ശേഷം ഇയാൾ അനൗൺസ് ചെയ്യുകയാണ്, ഇന്ന് എനിക്കൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് പള്ളി പൊതുയോഗം മാറ്റിവെച്ചിരിക്കുന്നു, അത് ഞാൻ എൻ്റെ മെത്രാനോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇത് കേട്ടാണ് ഒരു വിശ്വാസി താഴ്ന്ന് ചോദിച്ചത്, ഇത് നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലെ കല്യാണമൊന്നുമല്ലല്ലോ. ഈ ഭാഷയിലല്ല പറഞ്ഞത്, എങ്കിലും ഏതാണ്ട് വളരെ മാന്യമായ ഭാഷയിൽ അയാൾ പറഞ്ഞു, ഈ 34 ഭരണഘടന അനുസരിച്ച് ഒരു പ്രോട്ടോക്കോളൊക്കെ ഇല്ലേ അച്ഛാ, ഇപ്രകാരം പൊതുയോഗം മാറ്റിവെക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു പ്രോട്ടോക്കോളില്ലേ. സാധാരണഗതിയിൽ ഒരു ഇടവക പൊതുയോഗം എന്ന് പറയുന്നത് കൃത്യമായി വിശ്വാസികൾ ആണ്ടുകുമ്പസാരം നടത്തി ആണ്ട് കുടിശ്ശിക തീർത്ത് പള്ളിയിൽ ലിസ്റ്റിട്ട് ആ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും പള്ളിയിൽ ഈ പൊതുയോഗത്തെക്കുറിച്ച് വിളിച്ചു ചൊല്ലണം, നോട്ടീസ് ബോർഡിൽ നോട്ടീസ് പ്രദർശിപ്പിക്കണം. അപ്രകാരമാണ് ഒരു പൊതുയോഗം കൂടുന്നത്. അപ്രകാരം ആ പ്രോട്ടോകോൾ അനുസരിച്ച് വിളിച്ചു കൂട്ടുന്ന ആ പൊതുയോഗം നടക്കേണ്ടുന്ന ആ രാവിലെ ആ കുർബാനാനന്തരം ആ പാതിരിപ്പാമ്പ് വിളിച്ചു പറയുകയാണ്, ഇന്ന് എനിക്ക് സൗകര്യമില്ല അതുകൊണ്ട് നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാതിരി മനസ്സിലാക്കേണ്ടുന്നത് ഈ കൂദാശക്കുപ്പായ തൊഴിലാളി എന്ന് പറയുന്നവൻ ഒരു വെറും തൊഴിലാളി മാത്രമാണ്. വിശ്വാസികളുടേതാണ് പള്ളി. ആ പള്ളിയിൽ വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയിൽ ആ കൂദാശ നടത്തുവാൻ ആ മാസശമ്പളത്തിൽ നിർത്തിയേക്കുന്ന വെറും ഒരു പണിക്കാരനാണ് അവൻ. ആ വിശ്വാസികളുടെ താല്പര്യവും ഇംഗിതവും താല്പര്യമനുസരിച്ച് വേണം ആ പള്ളി ഭരിക്കപ്പെടുവാൻ. അവിടെ വേലയ്ക്ക് നിൽക്കുന്ന ഇവൻ ഒരു സുപ്രഭാതത്തിൽ ഇന്ന് എനിക്ക് സൗകര്യമാണെന്ന് പറഞ്ഞാൽ ഒന്നോർത്ത് നോക്കുക, നമ്മളിപ്പോൾ വീട്ടിൽ വേലയ്ക്ക് വിളിക്കുന്ന ഒരുത്തൻ വന്ന് വീട്ടുകാരനായി എനിക്കിന്ന് സൗകര്യമില്ല, എനിക്കിന്നൊരു മൂടില്ല, പക്ഷെ എനിക്ക് ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമോ? ഏതാണ്ട് അതേ അവസ്ഥയാണ് ഈ പള്ളികളിൽ. അന്നേരം ഈ മൊണ്ണക്കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ഇവന്മാർ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളാണെന്നുള്ള യാഥാർത്ഥ്യം ഈ മൊണ്ണക്കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. അവന്മാർ ഇപ്പോഴും കരുതുന്നത് ഈ അളിഞ്ഞ വേഷമിട്ടവന്മാർ എന്തോ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നാണ് അവന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മുണ്ണക്കുഞ്ഞുങ്ങളുടെ ആ ഒരു മാനസിക സ്ഥിതി കൊണ്ടാണ് ഇവന്മാർ അടി കൊള്ളാതെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ അടി കൊടുക്കേണ്ടുന്നത് ഈ വേഷമിട്ട ഈ പാതിരിപ്പാമ്പിനിട്ടായിരുന്നു. കാരണം അവന്റെ കയ്യിലിരിപ്പും കന്നന്തിരിവും ഈ കുത്തിത്തിരിപ്പും കൊണ്ടാണ് ആ പള്ളിയിൽ ചേരിതിരിഞ്ഞ് കഴിഞ്ഞ ആഴ്ച അടിയുണ്ടായത്. ഓർക്കുക,
ഈ പാതിരിയുടെ ഈ സാധനം ഇപ്രകാരം അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തപ്പോൾ, അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ പാതിരിപ്പാമ്പിൻ്റെ അടിമകളായിട്ടുള്ളവർ വന്ന് ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും അവരെ തല്ലുന്നതുമാണ് നമ്മൾ കണ്ടത്. ഓരോ ഇടവകളിലും ഈ പാതിരിപ്പാമ്പുകളുടെ വിജയം എന്ന് പറയുന്നത് ഇവന്മാർ ഇതുപോലെ ചേരി തിരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആണുങ്ങളുടെ ഇടയിലും പെണ്ണുങ്ങളുടെ ഇടയിലും ഇവന്മാരെ അനുകൂലിക്കുന്നവരുടെ ഈ മുണ്ണക്കുഞ്ഞുങ്ങളുടെ സർട്ടിഫൈഡ് മുണ്ണകളുടെ ഗ്രൂപ്പുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ ഇവന്മാർ ചാടി വീഴും അടിക്കാൻ. ഇവൻ മിണ്ടാ നിന്ന് കൊടുത്താൽ മതി. അതാണ് ഈ പള്ളിയിലും സംഭവിച്ചത്. ഓർക്കണം, അതിവിശുദ്ധം എന്ന് പറയുന്ന ആ കുർബാന കളിക്ക് ശേഷമാണ് ഇത് നടന്നത്. അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ആ കഷ്ടാനുഭാഴ്ചയിലേക്ക് കടക്കുന്ന ആ വിശുദ്ധ വാരത്തിനും തൊട്ടു മുമ്പായി നോമ്പിൻ്റെ, അനുതാപത്തിൻ്റെ, ആ കണ്ണീരിൻ്റെ, ആ ഏറ്റവും വലിയ ഒരു യാഗത്തിൻ്റെ, ത്യാഗത്തിൻ്റെ അനുസ്മരണയിൽ ആ നോമ്പ് നോറ്റ് പ്രാർത്ഥനയോടെ പോകേണ്ടുന്ന സമയത്താണ് ഈ പള്ളിയിൽ ഈ കന്നന്തിരിവ് നടന്നത്. നിങ്ങൾ ഓർക്കണം, ഈ ഓർത്തഡോക്സ് സഭ എന്ത് സാക്ഷ്യമാണുള്ളത്? ഇവന്മാരുടെ ശാപം, ഇവന്മാർ യാക്കോബായ സഭാംഗങ്ങളുടെ പള്ളി പിടിച്ചു പറിച്ച് അവരുടെ ആ കണ്ണീരിൻ്റെ വില ഇവൻ്റെ സ്വന്തം പള്ളിയിൽ കണ്ടോ? ഇവൻ്റെ പാതിരിയെ എടുത്ത് നാട്ടുകാർ, വിശ്വാസികൾ അടിക്കാൻ തുടങ്ങുന്നു. പള്ളിയിൽ ഇവൻ്റെ കുർബാന കളിക്ക് ശേഷം അതിന് പുല്ല് പോലെ പോലും കൊടുക്കാതെ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നു. ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി. ഇവന്മാർക്ക് ബോധമുണ്ടെങ്കിൽ ഇവന്മാർ മനസ്സിലാക്കട്ടെ, ഇതിനകത്തൊന്നും യാതൊരു ഇതുമില്ല എന്ന് ഈ പാതിരികൾ തന്നെ കാട്ടുന്നു. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ ഇടവകകളിലും ഇതുപോലെ ഈ പാതിരിപ്പാമ്പുകളെ, ഈ ഇവന്മാരെ കളത്തിലിറക്കി പള്ളികളിൽ ഇവന്മാർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. വീടുകൾ തോറും കയറി ഇറങ്ങി ഇവന്മാർ അന്തചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. പള്ളിയിലുള്ള ഇടവകക്കാർ തമ്മിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പുകളെ തമ്മിലടിച്ച് ഇവന്മാരോട് ഒട്ടി നിൽക്കുന്നവരെ ഭരണത്തിൽ കൊണ്ടുവരുവാനുള്ള നാറിയ പ്രവർത്തനങ്ങളാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൻ്റെ CEO ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രീകാര്യം മാർ ബസിലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ട്രസ്റ്റിയായി ഇരുന്നത്. ആ സമയം ഇതുപോലെ എന്നെ യുനാനിമസ് ആയിട്ട് പള്ളിയിലെ കൈക്കാരനായി തിരഞ്ഞെടുത്ത് അത് വായിക്കേണ്ടുന്ന ആ ദിവസമാണ് ഞങ്ങളുടെ ഭദ്രാസന മെത്രാൻ ഗബ്രിയേൽ എന്ന് പറയുന്ന ആ ഹനുമാൻ എന്നറിയപ്പെടുന്ന ആ പൈശാചികൻ, ആ സാത്താൻ വന്ന് പള്ളിയിൽ അനൗൺസ് ചെയ്യുകയാണ്. അത് എനിക്കൊരു പരാതി ലഭിച്ചതിനാൽ ഞാൻ ആ തീരുമാനം മാറ്റുന്നു, ആ ഭരണസമിതിയെ ഞാൻ പിരിച്ചുവിടുന്നു, പകരം ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ എടുക്കുന്നു എന്ന് ഇയാൾ സ്വയം ഇയാളുടെ കുറേ സിൽബന്ധികളുടെ ലിസ്റ്റ് വായിച്ചു. അന്ന് ഇതിനെ ഞങ്ങളുടെ ആ മെത്രാൻ്റെ ആ ചെയ്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് 4-5 അച്ചായന്മാർ മുന്നോട്ട് വരികയും അന്ന് വലിയ സംഘർഷമുണ്ടായി. ആദ്യമായി ഞാൻ മൊബൈൽ കയ്യിലെടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു രംഗം അതാണ്. ആ ഷൂട്ട് ചെയ്ത രംഗം ഞാൻ അപ്ലോഡ് ചെയ്യുകയും എന്നെ ഉമ്മാർ സംഘം ചേർന്ന് ആക്രമിക്കാൻ വരികയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ആ വാശിയിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്രകാരം ഒരു ഓൺലൈൻ മീഡിയയിലേക്ക് തന്നെ വരുവാൻ കാരണം. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ ഇടുക്കി സെയിൻറ്റ് ജോർജ് പള്ളിയിൽ നടന്ന അതേ സംഭവമാണ് ഞങ്ങളുടെ പള്ളിയിൽ അന്ന് നടന്നത്. ആ 5 വർഷത്തിനിപ്പുറം പിന്നിട്ട് നോക്കുമ്പോൾ ഇവന്മാരുടെ ഇതുപോലുള്ള ആയിരക്കണക്കിന് പാതിരിപ്പാമ്പുകളുടെ തെമ്മാടിത്തരങ്ങൾ പൊതുജനമധ്യം എനിക്ക് തുറന്നു കാട്ടുവാൻ പറ്റി. ITV ന്യൂസിന് ഇന്ന് ഏതാണ്ട് 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനോട് അടുക്കുന്നു. പ്രതിദിനം 20 ലക്ഷത്തിലധികം ആളുകൾ കാണുന്ന ഒരു പോപ്പുലറായിട്ടുള്ള ഒരു ചാനലായി മാറുകയും ചെയ്തു. അന്നേരം അതുകൊണ്ട് ഒരു പക്ഷേ ദൈവേച്ഛയായിരിക്കാം അന്ന് അപ്രകാരം നടന്നത്. അതുകൊണ്ട് ഞാൻ ആ പാതിരി പാമ്പിനെയും ഞങ്ങളുടെ ആ മെത്രാനെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായി ഈ മേഖലയിലേക്ക് വരുവാനും ഇടയായത് ഇതുപോലൊരു പള്ളിയിലെ അന്നത്തെ ഒരു വിശുദ്ധ അടിയായിരുന്നു. നോമ്പുകാലത്തെ വിശുദ്ധ അടി നമുക്കൊന്ന് കാണാം. ഇതാണ് ഓർത്തഡോക്സ് സാക്ഷ്യം. ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഈ പൈശാചിക പ്രസ്ഥാനം, ഈ പള്ളി പിടിച്ചു പറിക്കുന്ന ഈ പ്രസ്ഥാനം, ഇവന്മാരുടെ പള്ളിയിൽ എന്താണ് നടക്കുന്നത്, ഇതിനെ എങ്ങനെ വിശുദ്ധമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും? നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുക. അതുകൊണ്ടാണ് ITV ന്യൂസ് പറയുന്നത്. ഞങ്ങൾ ഇപ്രകാരം ഒരു മൈ ചർച്ച് എന്നൊരു കൂട്ടായ്മയുടെ തുടക്കം കുറിക്കുവാനും കാരണം അതാണ്. ഇവന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കപടഭക്തിക്കാരന്മാരെ പോലെ ഇവന്മാരുടെ പൈശാചിക കേന്ദ്രത്തിൽ പോകരുത്. വീട്ടിലിരുന്ന് കുടുംബസമേതം ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. ഞായറാഴ്ചകളിൽ കുടുംബ പ്രാർത്ഥനകൾ ശക്തിപ്പെടുത്തുക. പരമാവധി ആളുകൾക്ക് പ്രയോജനമായ വിധത്തിൽ ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തുക.
ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഇടുക്കി പെരിയമ്പ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ആ വിശുദ്ധ കൂട്ടയടി. ഞങ്ങൾ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചാണ് അടുത്ത ഞായറാഴ്ച പൊതുയോഗം. ഈ ഞായറാഴ്ച അനൗൺസ് ചെയ്ത് അടുത്ത ഞായറാഴ്ച അനൗൺസ് ചെയ്ത് ചെയ്യുന്നതാണല്ലോ. അച്ഛൻ അനൗൺസ് ചെയ്തില്ലല്ലോ പൊതുയോഗത്തിന്റെ കാര്യം. ഞാനത് എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത ഒരു മാസത്തേക്ക് ക്രമീകരിക്കുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇടവകയുടെ സമാധാനത്തിനും ഈ ഇടവകയിൽ സമാധാനം നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ക്രമീകരണത്തിനുമാണ്. അതുകൊണ്ട് അഭിമന്യ തിരുമേനിയുടെ തിരുമേനി നിർദ്ദേശിച്ചത് ഞാൻ എൻ്റെ അപേക്ഷ തിരുമേനിയോട് സമർപ്പിച്ചപ്പോൾ തിരുമേനി അതിനുള്ള ഒരു മറുപടി നൽകുകയും അതിന് പ്രകാരമാണ് ഞാനത് മാറ്റിവെക്കുവാനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് കമ്മിറ്റി കൂടുമ്പോൾ, ഇന്നാണ് കമ്മിറ്റി കൂടുന്ന ദിവസം, എല്ലാം രണ്ടാം ഞായറാഴ്ചയുമാണ് കമ്മിറ്റി കൂടുന്ന ദിവസം. അതുകൊണ്ട് ഇന്ന് അതിനുള്ള തീരുമാനം പുതുക്കി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ പള്ളി ഈ 1934 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്നതാണ്. സുപ്രീം കോടതി വരെ അംഗീകരിച്ചതാണ്. ഇതിന് വിരുദ്ധമായിട്ട് അച്ഛന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അച്ഛൻ അതിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മള് മാനേജിംഗ് കമ്മിറ്റി കൂടി 15 കമ്മിറ്റി അംഗങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഞായറാഴ്ച പിടിച്ച് ലിസ്റ്റ് ഇട്ട് അടുത്ത ഞായറാഴ്ച പൊതുയോഗം തീരുമാനിച്ചത്. ഇതില്ലെന്നുണ്ടെങ്കിൽ തിരുമേനിയുടെ ഒരു കൽപ്പന അച്ഛൻ വായിക്കണം. അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു കാര്യമില്ല. തന്നെയല്ല, നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ ഒരു പൊതുയോഗം കൂടിയിട്ടുള്ളൂ. ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ മിനിമം 2 ഈ ഭരണഘടനയിൽ എഴുതിയേക്കണ കാര്യമാണ്. തന്നെയല്ല, മാനേജിംഗ് കമ്മിറ്റി ഒരു തീരുമാനത്തെ വയലേറ്റ് ചെയ്യാൻ അച്ഛൻ അധികാരമില്ല. അതിനകത്ത് 34 ഭരണപ്രകാരമാണ് വിചാരിക്കണം. അച്ഛൻ അതിൻ്റെ അകത്ത് ഒന്നും പറയാൻ അല്ല, പറയാനുള്ള ഈ ഇടവക്കാർ മൊത്തം അറിയട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കഴിഞ്ഞ ഇവിടെ ഒരു പ്രാർത്ഥനായോഗം നടന്നിട്ട് അച്ഛൻ എന്താ ചെയ്തത്? സെന്റ് മേരീസ് പ്രാർത്ഥന സെക്രട്ടറി പറഞ്ഞുള്ള രൂപ അച്ഛൻ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് അങ്ങ് തെരഞ്ഞെടുക്കുകയാണ്. ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കയില്ലല്ലോ. അച്ഛനോട് ആര് പറഞ്ഞു ഇങ്ങനെ ഇവിടെ തെരഞ്ഞെടുക്കാനായിട്ട്? ഒരു കാര്യവും പറയണ്ട. ഇത് ഞാൻ പറഞ്ഞോട്ടെ, അച്ഛൻ കീഴ്വഴക്കയില്ല. ഞങ്ങൾ 2 വർഷമായിട്ട് വന്ന ഒരു കീഴ്വഴക്കവും ഇല്ല. അച്ഛൻ കീഴ്വഴക്കം ഉണ്ടെന്ന് സെക്രട്ടറി ട്രഷറിയുണ്ട്. ഞങ്ങളോട് ചോദിക്കണം അച്ഛൻ. ഇവിടെ കലുഷിതമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞു. എന്ത് കലുഷിത ഇവിടെ ഉള്ളത്? പിന്നെ അച്ഛൻ പറഞ്ഞ ഇവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനായിട്ടുണ്ടാക്കിയ സമാധാനമേ ഉള്ളൂ. ഇന്നത്തെ കമ്മിറ്റിയല്ല, അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ. അച്ഛൻ പറയട്ടെ. കയ്യാങ്കളിയൊന്നും വേണ്ട, കയ്യാങ്കളിയൊന്നും ഒത്തിരി വേണ്ട. ഒരിക്കലും കയ്യാങ്കളി ഉണ്ടാക്കണ്ട. നിങ്ങൾ ദയവായിട്ട് സമീപനം പാലിക്കുക. ഈ പള്ളിയകത്ത് നിന്ന് ഇപ്രകാരം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല. ഈ പള്ളിയകത്ത് വെച്ച് ഇവിടെ ഇപ്രകാരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇപ്രകാരം ഒരു അടിയൊടി ഉണ്ടാക്കരുത്. വിശുദ്ധ കുർബാന അനുഭവിച്ചവരാണ് നിങ്ങൾ. വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം നിങ്ങൾക്ക് നാണമാവില്ല ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യാൻ, ഇല്ലേ?
അടിയനെ പിടിച്ചപ്പോൾ ഞാൻ നിന്നെ കയറി പറയുന്ന കാര്യങ്ങൾ മൈക്കി പറയണം, ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കണം. പറയുന്ന കാര്യങ്ങൾ മൈക്കി പറയണം. അച്ഛൻ നാട്ടിലെ ഭരണഘടന വിരുദ്ധമായ കാര്യങ്ങൾ മൈക്കി പറയണം, കാരണം ജനങ്ങൾ അറിയണം. മൈക്കി പറയണം. ആശ ചേച്ചി പറയാനുള്ള മൈക്കി പറയണം. ആശ ചേച്ചി പറയാനുള്ള മൈക്കി പറയണം, ജനങ്ങൾ അറിയണം. ആശ ചേച്ചിക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മിണ്ടാതിരുന്നേ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ യൂണിറ്റിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. സെക്രട്ടറി പറയണം. പ്രൊപ്പോസ് ചെയ്തു. പ്രൊപ്പോസ് അല്ല, ഒരിക്കലും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അവിടെ നടന്ന കാര്യം സെക്രട്ടറി അറിയിക്കണം, ഇടവകയെ അറിയിക്കണം. ആ കാര്യം ഇടവകയെ സെക്രട്ടറി അറിയിക്കണം. സെക്രട്ടറി ഇടവകയെ അറിയിക്കണം. പ്രപ്പോസ് ചെയ്യുവാണെങ്കിൽ അച്ഛൻ നേരത്തെ എല്ലാവരും സംബന്ധിച്ച് എല്ലാവരും നിങ്ങൾ ജനങ്ങളാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതെ, അച്ഛൻ തന്നെ മൈക്ക് വയ്ക്കും. അല്ല, ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയണം ഇവിടെ എന്നാ നടക്കുന്ന കാര്യം. അച്ഛൻ അനുവദിച്ചു മൈക്ക് ചേർത്ത് വെച്ചോറാ. അച്ഛൻ പ്രപ്പോസ് ചെയ്യാൻ കാരണം എന്താണ്? അച്ഛൻ തന്നെ തീരുമാനിച്ചു, അച്ഛൻ വന്നു. ഞാനാണ് യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. അങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ല. അച്ഛൻ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം 3 പേരുടെ പേര് നോമിനേറ്റ് ചെയ്തു. നോമിനേറ്റ് ചെയ്തു. അതിനു മുമ്പ് അച്ഛൻ ഒരു പണി ചെയ്തു. അച്ഛൻ ശനിയാഴ്ച അച്ഛൻ പ്രപ്പോസ് ചെയ്യാനുള്ള ആളെ ഫോണിൽ വിളിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞൊന്ന് പറയരുത്. പറഞ്ഞു. സിനി പറയട്ടെ. സിനി എന്നോട് പറഞ്ഞതാണ്. അച്ഛൻ വേണ്ട മൈക്കല്ല പറയണ കേട്ടെ. അച്ഛൻ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം 3 പേരുടെ പേര് പ്രപ്പോസ് ചെയ്തു. ഒന്ന് എന്റെ മുമ്പിൽ ഇപ്പൊ തെളിഞ്ഞ മുഖം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം തോന്നി, ഈ മുഖം ആരോ തെളിയിച്ചു കൊടുത്തതാണെന്ന്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈ മുഖം ആരാ തെളിയിച്ചു കൊടുത്തതെന്ന്. അന്നേരം അവർ പറഞ്ഞു, അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ശനിയാഴ്ച ആരോടും പറയരുത്. ഇവിടെ എന്തെങ്കിലും തടസ്സം വന്നാൽ, ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ വേണ്ടണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കമ്മിറ്റി മെമ്പർ ചെയ്യാൻ പറ്റുമോ? അച്ഛന് അച്ഛൻ അങ്ങനെ അച്ഛൻ പറഞ്ഞു. സീനിയർ തലേദിവസം അച്ഛൻ പറയണ്ട. എന്നോട് സീനി തന്നെ പറഞ്ഞതാ. കൈമൊത്തി കടന്നു പോകാനുള്ളവർക്ക് ഇപ്പൊ കടന്നു വരാം. കൈമൊത്തി കടന്നു പോകാനുള്ളവർക്ക് കടന്നു വരാം. ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്തിനാ ഈ പള്ളിയിൽ നടക്കണ ഈ കളി ആരും ഇവിടെ കളിക്കണ്ട. എല്ലാവർക്കും ഉണ്ട് അവകാശം. ചേട്ടാ, ഇവിടെ കമ്മിറ്റി തീരുമാനം ഇവിടെ നടപ്പിലാക്കാണ്ട്, അല്ലാണ്ട് ഓരോരുത്തരും വ്യക്തി താല്പര്യമല്ല. നീ ഏതാ? നീ പോയി നിന്റെ പണി നോക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ അടി കണ്ടല്ലോ. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിനെ ഒരു ദൈവിക സഭയെന്ന്?
ഇതിനകത്ത് എന്ത് ആത്മീയതയാണുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കപടഭക്തിക്കാരെ പോലെ ഇത്തരം പൈശാചിക കേന്ദ്രങ്ങളിൽ പോകരുത്. ഇത്തരം കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളുടെ അടുത്ത് പോലും നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ഭവനം എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന് പ്രഖ്യാപിക്കുക. അവിടെ കുടുംബത്തോടെ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. പരമാവധി സമയം നിങ്ങൾ ആതുര സേവന പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്ക് നന്മ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.